ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് EMHR, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതേപോലെ പഠിക്കാത്തവരാണെങ്കിൽ പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ എന്നൊക്കെ നോക്കാം. ഈ ഒരു സബ്ജക്റ്റിൽ 5 മൊഡ്യൂൾസാണുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മൊഡ്യൂൾസാണ് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ മൊഡ്യൂൾസിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് essay ക്വസ്റ്റ്യൻസും 5 മാർക്സിനും ഒക്കെ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യും നിങ്ങൾ എന്തായാലും പഠിക്കണം. സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മൊഡ്യൂൾസ് തന്നെയാണ്. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് ഈ 3 മൊഡ്യൂൾസിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളാണ് മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാച്ചുറൽ റിസോഴ്സസ്, മോഡേൺ അഗ്രികൾച്ചർ, ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞതാണ് 15 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ നാച്ചുറൽ റിസോഴ്സസ് 5 മാർക്സിനും 2 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്. ഓക്കെ, മൊഡ്യൂൾ 2 ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആണ് മൊഡ്യൂൾ 2. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സാണ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതേപോലെ പഠിച്ചിരിക്കേണ്ട ടോപ്പിക് തന്നെയാണ് പൊല്യൂഷൻസ്. ഇതും നമുക്ക് 5 മാർക്സ് ക്വസ്റ്റ്യൻസിലും അതേപോലെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഏതൊക്കെയാണ്? പൊല്യൂഷൻസും ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കാണ് റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് പീപ്പിൾ. ഈ ടോപ്പിക്കും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ഗ്രീൻ അക്കൗണ്ടിങ്. ഗ്രീൻ അക്കൗണ്ടിങ് ഒരു essay വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഗ്രീൻ അക്കൗണ്ടിങ്. അതേപോലെ ഗ്രീൻ മാർക്കറ്റിംഗ്, ഗ്രീൻ വാഷിംഗ്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. അതേപോലെ മൊഡ്യൂൾ 4 ആണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളാണ് ഹ്യൂമൻ റൈറ്റ്സ്, മൊഡ്യൂൾ 5. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് എവല്യൂഷൻ, എഡ്യൂക്കേഷൻ. അതേപോലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓഫ് വൾനറബിൾ ഗ്രൂപ്പ്സ്. അതേപോലെ UDHR. ഞാനിവിടെ എല്ലാ മൊഡ്യൂളിലെയും 2 മാർക്സ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് ഞാൻ ജസ്റ്റ് പറയാം. ഫസ്റ്റ് മൊഡ്യൂളിൽ വാട്ട് ഈസ് എൻവയോൺമെൻറ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അതേപോലെ വാട്ട് ഡു യു മീൻ ബൈ നാച്ചുറൽ റിസോഴ്സസ്, അത് 2 മാർക്സിനും 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് റിന്യൂവബിൾ എനർജി, ബ്രൈറ്റ് എക്സാമ്പിൾസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, ഏതൊക്കെയാണ് സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ബയോമാസ് എനർജി ആൻഡ് ടൈഡൽ എനർജി. അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോവുക. വാട്ട് ഈസ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പിന്നെ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്, വാട്ട് ഈസ് ഫിഷറീസ് നോക്കുക. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ ഡീഫോറസ്റ്റേഷൻ, ലിസ്റ്റ് ഔട്ട് ദ മേജർ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ നോക്കുക. അതേപോലെ ഡിഫൈൻ എക്കോളജി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. ഞാൻ ഈ ക്വസ്റ്റ്യനാണ് പറഞ്ഞത് essay പാർട്ടിൽ വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അതെന്തായാലും പഠിച്ചിട്ട് പോകാം. പിന്നെ നോക്കേണ്ട ടോപ്പിക്കാണ് വാട്ട് ഈസ് ഫുഡ് വെബ്. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എസ്റ്റുവറി എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് ടോപ്പിക്കാണ്. ഈ ഒരു സബ്ജക്റ്റിലെ ലാസ്റ്റ് വന്നൊരു ചെറിയൊരു പോർഷനാണ്. അപ്പോൾ എസ്റ്റുവറി എന്തായാലും 2 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് മൊഡ്യൂൾ 2ൽ ടാക്സോണമിക്ക് പഠിക്കുക. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോളിഡ് വേസ്റ്റ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ്, എക്കോ ലേബലിംഗ്,
ഞാനെല്ലാം എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. അപ്പോൾ മൊഡ്യൂൾ 3 ഡിഫൈൻ ഗ്രീൻ അക്കൗണ്ടിങ്, ഡിഫൈൻ ഗ്രീൻ ബാങ്കിങ്, ഡിഫൈൻ ഗ്രീൻ മാർക്കറ്റിംഗ്, അതേപോലെ ഡിഫൈൻ ഗ്രീൻ വാഷിംഗ്, പിന്നെ എക്കോ ടൂറിസം, പിന്നെ വാട്ട് ഈസ് കാർബൺ ക്രെഡിറ്റ് ആൻഡ് കാർബൺ എക്സ്ചേഞ്ച് പഠിക്കുക. അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ അക്കൗണ്ടിങ്, അതൊക്കെ 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് ഗ്രീൻ അക്കൗണ്ടിങ്, പിന്നെ പിന്നെന്താ വാട്ട് ഈസ് ഗ്രീൻ വാഷിംഗ്, അതേപോലെ ഇത്രയും ടോപ്പിക്കുകൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ വാട്ട് ഈസ് ഗ്രീൻ ബാങ്കിങ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പഠിക്കുക അതിൻ്റെ. ഓക്കെ, പിന്നെ വാട്ട് ഈസ് ഗ്രീൻ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഈ ഒരു ചാപ്റ്റർ മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞ ചാപ്റ്ററും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ കൂടുതലും ചാൻസ് ഉള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 3. എന്തായാലും പഠിക്കണം. ഗ്രീൻ മാർക്കറ്റിംഗ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കുക. പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് എൻവയോൺമെൻറ്റ് ഓഡിറ്റ്, 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ മൊഡ്യൂൾ 4 പഠിക്കാൻ ഞാൻ ഒരു ചെറിയ 2 ടോപ്പിക്ക് മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. മൊഡ്യൂൾ 5 കുറച്ച് ടോപ്പിക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 5 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരാൻ ചാൻസ് ഉള്ള ഞാൻ ഉണ്ടല്ലോ ലാസ്റ്റ് ഒരു പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാലും ഞാൻ പറഞ്ഞില്ലേ UDHR ലാസ്റ്റ് മൊഡ്യൂൾ 5 ടോപ്പിക്കാണ്. അത് ചിലപ്പോൾ എസ് എ പാർട്ടായിട്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. 30 ആർട്ടിക്കിൾസ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതൊരു 12 പോയിന്റ് ഉണ്ട്. അതെന്തായാലും പഠിക്കണം. പിന്നെ റൈറ്റ്സ് ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. പിന്നെ വരുന്നതാണ് സോളാർ എനർജി കേട്ടോ. മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണം. പിന്നെ ESOC എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ 5 തന്നെ ഒരു ടോപ്പിക്കാണ്. അത് പഠിക്കുക. പിന്നൊരു ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ എനർജി ഡെവലപ്മെൻറ്റ് പഠിക്കുക. എയർ പൊല്യൂഷൻ പഠിക്കുക. സിയോമോട്ടോ ഡിസ്ക്ലോഷർ, സോയിൽ ഇറോഷൻ, പബ്ലിക് അവയർനെസ് ഓഫ് എൻവയോൺമെൻറ്റ്, വാട്ടർ കോൺഫ്ലിക്റ്റ്, ഗ്രീൻ മാർക്കറ്റിംഗ്, മിനറൽസ് എക്സ്ട്രാക്ഷൻ ഓൺ സൊസൈറ്റി. പിന്നെ വരുന്ന ക്വസ്റ്റ്യനാണ് സെമി അറൈഡ് സോൺ. അത് 2 മാർക്സിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ നോയിസ് പൊല്യൂഷൻ, അത് 2 മാർക്സിനും 5 മാർക്സിനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. അതെന്തായാലും പഠിക്കണം. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ അപ്പീൽ, അത് മൊഡ്യൂൾ 4 അപ്പോൾ അത് ചിലപ്പോൾ ജസ്റ്റ് 2 മാർക്സിന് ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് അത് എഴുതിയേക്കുന്നത്. പിന്നെ കോസസ് ഓഫ് ഫ്ലഡ്, അത് പഠിക്കുക. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിക്കുക. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നിന്ന് 5 മാർക്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ എസ് എ പാർട്ടിലും വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ 2 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതും പഠിക്കുക. അത് മൊഡ്യൂൾ 2 ചിലപ്പോൾ ഇത് വന്നാലോ. അപ്പോൾ അതും പഠിച്ചിട്ട് പോയി. ഇങ്ങനെ ഇത്രയും സ്പീഡിൽ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോ ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞത്. ഞാനപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞേക്കണത് ഇത്രയൊക്കെ പഠിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, അതേപോലെ എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞൂടെങ്കിലും അറിയുന്ന പോലെ എഴുതുക. ഓക്കെ, ആൻസർ അറിയുന്ന പോലെ എഴുതുക. നല്ല നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. ഒന്നും എഴുതാണ്ട് പോകരുത്. കാരണം വെറുതെ ജസ്റ്റ് മാർക്കൊക്കെ വെറുതെ കളയണം. എന്തിനാ ചാൻസൊക്കെ അവോയ്ഡ് ചെയ്യുക. എല്ലാവരും അങ്ങനെ പാസ്സാവാൻ ട്രൈ ചെയ്യുക. നല്ലോണം പഠിക്കുന്നവരും ഉണ്ടാകാം ജസ്റ്റ്. പിന്നെ അതല്ല ജസ്റ്റ് ചിലവർ ഇങ്ങനെ ഭയങ്കര പാടായിരിക്കും തിയറിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ പഠിക്കുക. ഓക്കെ.